നമ്മുടെ അഭിഷേക് ജയദീപ് ഹൗസിന് പുറത്ത് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ രണ്ടെണ്ണമാണ് അഭിഷേക് ശ്രീകുമാറുമായിട്ടുള്ള ആ ഒരു പ്രശ്നം. അത് ബിഗ് ബോസ് ഹൗസിനെ തലകീഴായി മറിച്ചു വെച്ചൊരു വമ്പൻ പ്രശ്നമായിരുന്നു. അതിൽ പലതും നമ്മളെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പുള്ളി മെയിൻ ആയിട്ട് പറഞ്ഞത്. BBC ബ്രോഡ്കാസ്റ്റിംഗ് സെൻസിറ്റീവ് ഇഷ്യൂസ് പ്രശ്നമൊക്കെ കാരണമായിരിക്കാം അതിൽ പലതും നമ്മളെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഇവർ ഒത്തുതീർപ്പാക്കി കമ്പനി ആവുന്ന സീൻ ഒന്നും തന്നെ പ്രേക്ഷകരെ എഡിറ്റർ കാണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ജയദീപിന്റെ വെളിപ്പെടുത്തൽ. ഒരു രണ്ടാമത്തെ വെളിപ്പെടുത്തലായിരുന്നു ജാസ്മിൻ ജിൻഡോയെ മറ്റേ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചത്. ജയദീപ് ചോദ്യം ചെയ്തപ്പോ ആ ഒരു പ്രശ്നം ഒന്നും കാണിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചു കൊടുത്ത് ജയദീപിന്റെ വായടപ്പിച്ചത്. ജയദീപിനെ ശരിക്കും സൈഡാക്കിയതാണ്. സൈഡാക്കുന്നതിലൂടെ പുള്ളി പുറത്ത് നെഗറ്റീവുമായി പ്രേക്ഷകർ വോട്ട് കൊടുത്തില്ല, ഔട്ടായി. അതാണ് ജയദീപിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ ആണ് അതിനകത്ത് നടക്കുന്നത്. പ്രേക്ഷകർ എന്ത് കാണണം, അതിലൂടെ പ്രേക്ഷകർ എന്ത് ചിന്തിക്കണം എന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക നരേറ്റീവ് മെനഞ്ഞെടുക്കലാണ് ഈ എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും. അവരതാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ അഭിഷേക് ശ്രീകുമാർ സംസാരിച്ചത് മൊത്തമായിട്ട് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല, പകുതിക്ക് വെച്ച് മുറിച്ചിട്ടാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഭിഷേക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാവാം, നല്ല രീതിയിൽ നിലപാടുകളൊക്കെ തുറന്നു പറഞ്ഞായിരിക്കും അവിടെ കളിക്കുന്നത്. പക്ഷെ നമ്മുടെ മുന്നിൽ പുള്ളിയെ പ്രസന്റ് ചെയ്യുന്നത് ഒരു വാഴയായിട്ടാണ്. കാരണം അഭിഷേകിന് മൈലേജ് കൊടുക്കുന്ന എന്തെങ്കിലും കോണ്ടന്റ് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താൽ ഇവര് വിചാരിക്കുന്ന ആളെ ജയിപ്പിക്കാൻ പറ്റില്ല, ഇവര് വിചാരിക്കുന്ന ആൾക്ക് വോട്ട് കിട്ടത്തില്ല. അഭിഷേക് അധികം വൈകാതെ ഔട്ടാവും. എന്നിട്ട് പുറത്ത് വന്നിട്ട് ജയദീപ് പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും തുറന്നു പറയുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ രീതിയിൽ അഭിഷേകിനെ തഴയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരെ ഈ രീതി തഴഞ്ഞു തന്നെയാണ്. ജയദീപ് ഔട്ടായി, അഭിഷേക് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ മനഃപൂർവ്വം സൈഡാക്കി നിർത്തുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് പോലെ. ജിൻഡോയ്ക്ക് ശേഷം അൺഒഫീഷ്യൽ പോളിംഗിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ നിന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ട് വീണ് പോയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ വൈൽഡ് കാർഡുകളിൽ സിബിന് ശേഷം ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച ഒരാളാണ് പുള്ളി. ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടും ഉണ്ടാവാം, പക്ഷെ നമ്മളെ അത് കാണിച്ചിട്ടില്ല എന്നാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇന്നലെ തന്നെ അഭിഷേക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അപ്സര സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്സരേനെ ഇനിപ്പിച്ച് നിർത്തുവാണ്. അഭിഷേക് അവിടെ വെച്ച് കട്ടായി അഭിഷേകിന്റെ കാര്യങ്ങള്. അപ്പം ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാവാം, അറിയില്ല. എന്തായാലും നിങ്ങൾ കമന്റ് ഇടുക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.